കാണുന്ന ഒരു വട്ടം വിചാരിക്കും റൂമിൻ്റെ അകത്ത് സൺഗ്ലാസും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വെൽക്കം ടു നിഷ സ്ട്രീംസ്. വെൽക്കം ടു നിഷ സ്ട്രീംസ്. നൈസ് ടു മീറ്റ് യു. അല്ല, ഞങ്ങൾ റൂമിൻ്റെ അകത്ത് സൺഗ്ലാസ് ഒരു വെറൈറ്റിക്ക് വെച്ചിരിക്കുകയാണ്. വട്ടാന്ന് ആരും വിചാരിക്കരുത് കേട്ടോ, അതിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞത്. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, അതുകൊണ്ട് ഒരു ഹായ് പറയാൻ വേണ്ടി വന്നതാണ്. എന്റെ കഴുത്തിനെ പറ്റിയും മുഖത്തിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് പ്രത്യേകിച്ച് തൽക്കാലം അസുഖങ്ങളൊന്നുമില്ല. അത് ഞാൻ ജിമ്മിൽ പോയി അവരുടെ ഒരു ട്രെയിനറിന്റെ ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാനിലൂടെ പോയി. ഒന്നുമില്ല, കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ കൂട്ടി ഇത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ മൊത്തത്തിലൊരു ബോഡി ഷ്രിങ്ക് ആകുമ്പം നാച്ചുറലി നമ്മുടെ കഴുത്തൊക്കെ ഷ്രിങ്ക് ആവുമല്ലോ. അതുകൊണ്ട് സംഭവിച്ചാണ്. ഒരാളിതേ കഴുത്ത് അടുത്തോട്ട് കാണിച്ച് തന്നെ അവമാനിക്കാനായിട്ട് കൂടുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ ആക്ച്വലി 10,000 12,000 സ്റ്റെപ്സ് ഡെയിലി എടുക്കും. പിന്നെ ജിം വർക്കൗട്ടും പിന്നെ ഡയറ്റ്. ഓഫ് കോഴ്സ് ഡയറ്റിൽ നോക്കാതെ ജിം വർക്കൗട്ടും ഇത് വെച്ച് മാത്രം ആരുടെയും വെയിറ്റ് കുറയത്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. പക്ഷേ ഈ ജിമ്മിൽ പോയി അല്ലെങ്കിൽ ഓട്ടക്കാരോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരോ ആരെന്നെ കണ്ടു കഴിഞ്ഞാലും നന്നായിട്ടുണ്ട് എന്ന് മാത്രമേ അവരുടെ കമൻ്റ് ഉള്ളൂ. പിന്നെ അതിനെപ്പറ്റി വലിയ ശീലമില്ലാത്തവരാണ് ഈ കിളവനായി ഇതായി അത് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അത് അവരവരുടെ ഒരു ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി വെച്ചിട്ടാണ്. ഞാൻ ആരും തെറ്റൊന്നും പറയണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം വെയിറ്റിൻ്റെ ആപ്റ്റ് വെയിറ്റിലോട്ട് എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പം നല്ല എന്താ പറയുക, എൻ്റെ കഴുത്ത് വേദന, അതായത് സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടായിരുന്നു, ലോവർ ബാക്ക് പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ, അതായത് എനിക്ക് പണ്ട് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, ഞാൻ മിക്കവാറും കമന്നാണ് കിടന്നുറങ്ങുന്നത്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ഈ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, റൈറ്റ് ഷോൾഡർ. അതൊന്നും ഇപ്പോൾ കളിച്ചാലും ഇല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇല്ല. അത് പ്യൂർലി ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തുടങ്ങി തന്നെയാണ്. പിന്നെ ലോവർ ബാക്കിൽ നല്ല ലെഗിൻ്റെ വർക്കൗട്ട്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പേഴ്സണൽ ട്രെയിനറിനെ വെച്ചിട്ട് പോകണം. അല്ലാതെ 5-6 പേര് ഒരുമിച്ച് ചെയ്യുന്ന സെറ്റപ്പിനോട് എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. പക്ഷെ പേഴ്സണൽ ട്രെയിനർ വെച്ചിട്ട് നല്ലൊരു ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ആൾക്കാരുടെ ഡൗട്ട് വരും, പേഴ്സണൽ ട്രെയിനറിന് എത്രയാണ് ഫീസ്? പേഴ്സണൽ ട്രെയിനറിന് അത് ജിം ടു ജിം വേരിയേഷൻസ് വരും. എനിക്ക് തോന്നണം ഒരു ബിറ്റ്വീൻ ഒരു 6,000 and 8,000 ആയിരിക്കണം മന്ത്ലി. അതെ, അത് വെർത്താണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നമ്മൾ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ദിവസമൊന്നും ഇല്ല, ആകെ 4 ദിവസം. 4 ദിവസത്തിൽ ഒരു ദിവസം വെയിറ്റ് പുഷിങ്, ഒരു ദിവസം ലെഗ്, അടുത്ത ദിവസം വെയിറ്റ് പുള്ളിങ്, പിന്നെ ഒരു ദിവസം കാർഡിയോ, അതായത് ട്രെഡ്മില്ലും സ്റ്റെയർ കേസ് ക്ലൈംബറും. 4 ദിവസമേ ഉള്ളൂ. എനിക്കൊക്കെ 4 ദിവസം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, പല കാരണങ്ങളും ഉണ്ട്. പിന്നെ 3 days അവരുടെ ഒരു ഇതിൽ റെസ്റ്റാണ് പറയുന്നത്. പിന്നെ സ്റ്റെപ്പ് കമ്പൽസറി ആണ് അലോങ് വിത്ത് ദിസ്, അത് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒരു ഓവറോൾ ഇതിൽ വരുമ്പം വ്യത്യാസം വരും. പിന്നെ നമുക്ക് വയറ് മാത്രം ഷ്രിങ്ക് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഇനിയും. വല്ല ഫിലിം ആക്ടേഴ്സൊക്കെ വലിയ അത്രയും 1,00,000 സെറ്റപ്പിലൊക്കെ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സെറ്റപ്പും കൂടെ കാണും. ഏതായാലും ഞാൻ പോകുന്നിടത്ത് ഒരു സ്പോട്ട് റിഡക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല, അറിയില്ല. പക്ഷെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചിലവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ദേഹവും ഇതുമെല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലെന്തെങ്കിലും ഒരു ഇത് കാണുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ കഴുത്തിൻ്റെ ഇത് മൊത്തത്തിലൊരു ഷ്രിങ്ക് ചെയ്യുന്ന ഒരവസ്ഥയിൽ വരുന്നതാണ്. പക്ഷെ അത് എൻ്റെ ട്രെയിനർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കാലക്രമേണ അത് നമ്മളൊരു കൺട്രോളിൽ, അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഫാറ്റിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, മസിൽസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി എൻ്റെ കാലറി കൂട്ടും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും എനിക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, കാര്യം കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് എന്ത് പറ്റി എനിക്കെന്നുള്ള ഒരുപാട് ചോദ്യത്തിൻ്റെ ഫിസിക്കലി എനിക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
മൈൻഡ് കുഴപ്പമില്ല, അണ്ടർ കൺട്രോളാണ്. അപ്പം എല്ലാം കൂടെ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഐ ആം സാറ്റിസ്ഫൈഡ്. ഓക്കെ, ബൈ ബൈ. ഇനി ഞങ്ങൾ ഇവിടെ ഒരു വേദിക് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂരുള്ളൊരു റിസോർട്ടിൽ ഒന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റൂം കാണിച്ചാണ്. നല്ല റൂമാണ്, ബേസിക് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക് റൂം, പക്ഷെ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. വേദിക് വില്ലേജിലെ നോൺ വെജ് താലി ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ആദ്യം കള്ളപ്പമുണ്ട്, പിന്നെ നമ്മുടെ നാടൻ മട്ട റൈസ്, അതിൻ്റെ കൂടെ ഫിഷ് കറി, ചിക്കൻ കറി, പിന്നെ കക്ക ഇറച്ചി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് അതിന് പകരമാണ് എനിക്ക് കക്ക ഇറച്ചി തന്നത്. മുരളിയുടെ ബീഫ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈ, വെജിറ്റേറിയനും ഉണ്ട്, ക്യാബേജ് തോരൻ, എരിശ്ശേരി, പിന്നെ നോൺ വെജ് കുറേ ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ്. എനിക്ക് കള്ളപ്പം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് നിക്സൺ ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഇടയ്ക്ക് വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്താണെന്നൊക്കെ പറഞ്ഞ്, എന്തെങ്കിലും സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു ബിഹേവിയർ ആയിരുന്നു. ഒരു ദിവസത്തേക്കൊക്കെ റിലാക്സ് ചെയ്യണമെങ്കിൽ നല്ലതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം നല്ല ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറും, പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നമുക്ക് പെയിൻറ് ചെയ്യാനൊക്കെ പെയിൻറ്റിങ് സംഭവങ്ങളൊക്കെ തരും. നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. ഇനി നമുക്ക് മുരളിയേട്ടൻ്റെ ബോഡിയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ മുരളിയേട്ടൻ്റെ പേഴ്സണൽ ട്രെയിനറുടേന്ന് തന്നെ മുരളിയേട്ടൻ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മുരളിയേട്ടൻ ഇതുവരെ ജിമ്മിൽ പോകാത്തൊരാളെന്ന നിലയ്ക്ക് മുരളിയേട്ടൻ്റെ ആ ഒരു മസിൽ ബിൽഡിംഗ് ടിഷ്യൂസ് ഭയങ്കര ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. മുരളിയേട്ടന് അത് ഭയങ്കര വീക്കാണ്. പിന്നെ മുരളിയേട്ടന് കുറേ ഹെൽത്ത് ഇഷ്യൂസുമുണ്ട്. കുറേ പെയിനുണ്ട്, ഷോൾഡർ പെയിൻ, സയാറ്റിക്ക ഇഷ്യൂസ്, അങ്ങനെ കുറേ കൺസേൺസും ഉണ്ടായിരുന്നു. ഈ സ്പോണ്ടിലൈറ്റിസ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന കാരണം മസിൽ ബിൽഡിംഗ് ആദ്യമേ ചെയ്യാൻ തുടങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. പുള്ളിയുടെ ചെസ്റ്റിൻ്റെ അവിടെയും ഒക്കെ നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ടായിരുന്നു. അത് ഈ ലൂസായിട്ടുള്ള ടീഷർട്ടും ഷർട്ടും ഒക്കെ ഇടുമ്പോഴത്തേക്കും അത് അധികം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാൽ 4 മന്ത്സ് കൊണ്ട് ഓൾമോസ്റ്റ് 8 kg കുറച്ചു. അത് ഫാറ്റ് ലോസ് ആയിരുന്നു ചെയ്തത്. ചെയ്യുന്നത് മെയിൻ്റനൻസ് ആണ്. അപ്പം ആദ്യത്തെ സമയത്ത് ഫോക്കസ് ചെയ്തത് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നായിരുന്നു. സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ബാക്ക് പെയിനും സെർവൈക്കൽ പെയിനും ഒക്കെ നന്നായിട്ട് വരുമായിരുന്നു. ഇഞ്ചുറി വരാതെ എങ്ങനെ ഓരോ വർക്കൗട്ടും മാനേജ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻടേക്ക് കുറവായിരുന്നു. കാർബും പിന്നെ ഫാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് 3ഉം കൂടെ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, അത് 3ഉം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കഴിക്കാമെന്നാണ് നോക്കുന്നത് ആ ഒരു മെയിൻ്റനൻസ് പാർട്ടിൽ. നിങ്ങൾക്കറിയാലോ മുരളിയേട്ടൻ കൂടുതലും വെജിറ്റേറിയൻ ആയിരുന്നു. പയറ്, ചോറ്, തൈര് ഇതൊക്കെയായിരുന്നു കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. പയറ് നല്ലതാണ്, പക്ഷേ അത് അത്രത്തോളം മുരളിയേട്ടനെ ഹെൽപ്പ് ചെയ്തിരുന്നില്ല. അപ്പം ഇപ്പം മുരളിയേട്ടൻ കൂടുതൽ കഴിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റും എഗ്ഗും ആണ്. ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു. ഉച്ചയ്ക്ക് ഒരു 100 ഗ്രാംസ് റൈസാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ആ ഒരു കഴുത്തിൻ്റെ അവിടെ കുറച്ച് ആ ഒരു സ്കിൻ വലിഞ്ഞിട്ടാണ് ആ ഒരു കഴുത്ത് അങ്ങനെ ഇരിക്കുന്നത്. പതുക്കെ സ്ട്രെങ്തൻ ചെയ്യുമ്പം ഓക്കെ ആയിക്കോളും. പക്ഷെ മുരളിയുടെ ബ്ലഡ് ലെവൽസ് എല്ലാം ഇപ്പം ആ ഒരു കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വണ്ണം കൂടിയാലും വണ്ണം കുറഞ്ഞാലും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. എനിക്ക് അറിയാം നിങ്ങളെല്ലാവരും കൺസേൺ കൊണ്ടാ സ്നേഹം കൊണ്ടാ ചോദിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.